So students, we are going to say the summary of this Oedipus Rex. Okay, it's a tragedy. I told you that before. ഒരു ട്രാജഡീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ട്രാജഡിയിൽ സീരിയസ് ആയിട്ടുള്ള ഈവൻസ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈവൻസ് സോറോഫുൾ ഈവൻസ് ആവും. ഈ സോറോഫുൾ ഈവൻസ് പറഞ്ഞാൽ ഈ മെയിൻ പ്രോട്ടഗണിസ്റ്റിനായിരിക്കും ഇത് സോറോ വന്നിരിക്കുക. പിന്നെ അതുകൊണ്ടുണ്ടാകുന്നത് കാണുമ്പോൾ ഓഡിയൻസിന് എന്തൊക്കെ വരും, കഥാസിസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഓഡിയോ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് ക്യാരക്ടേഴ്സ് ആർ ഈഡിപ്പസ്, ദ മെയിൻ പ്രോട്ടാഗണിസ്റ്റ് ആൻഡ് കിങ് ഓഫ് തിബ്സ്. ദെൻ ജൊക്കാസ്റ്റ, ഈഡിപ്പസ് മദർ ആൻഡ് വൈഫ് ആൻഡ് ക്രിയോൺ സിസ്റ്റർ. ക്രിയോൺ ആരാ? ബ്രദർ ഇൻ ലോ ആൻഡ് ജൊക്കാസ്റ്റാസ് ബ്രദർ. ടൈസിയാസ് ദ സൂസേയർ, ഫ്യൂച്ചർ ടെല്ലർ ഓഫ് തിബ്സ്. ബ്ലൈൻഡ് മാൻ but metaphorically can foresee future. ഇയാൾക്ക് മെറ്റഫോറിക്കലി മീൻസ് he can see if അയാൾ ഒരു ബ്ലൈൻഡ് മാൻ ആണെങ്കിലും അയാൾ ഫോർസ് ചെയ്യാൻ ഫ്യൂച്ചർ പറയാൻ ശക്തിയുള്ള കഴിവുള്ള ആളാണ്. സോ ദാറ്റ്സ് വൈ വി ആർ സേ അയോണിക്കലി ഓ മെറ്റാഫോറിക്കലി നമുക്കതിനെ അയാൾ റിയൽ ബ്ലൈൻഡ് ആയാലും പക്ഷേ അയാൾ ലിറ്റററി നേരിട്ട് കണ്ട ബ്ലൈൻഡ് അയാൾക്ക് പക്ഷേ ബ്ലൈൻഡ് ഇന്നർ ബ്ലൈൻഡ് അല്ല, ഫോഴ്സി പറയാൻ ഭാവിക്കാലം പറയാൻ പറ്റും. ദെൻ ലിയസ് കിങ് ഓഫ് തീബ്സ്, ഏർലിയർ കിങ് ഓഫ് തീബ്സ്. പിന്നെ മെസ്സഞ്ചർ, ഈ മെസ്സഞ്ചർ തന്നെയാണ് ഷെപ്പേർഡ് കേട്ടോ. ഷെപ്പേർഡും മെസ്സഞ്ചറും ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു ടൈമിൽ മെസ്സഞ്ചറിനോട് പറയുന്നുണ്ട്, മെസ്സഞ്ചർ വന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട്, മറ്റു പക്ഷത്ത് ഈ ഷെപ്പേർഡാണ് ആ മെസ്സഞ്ചറിന് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഷെപ്പേർഡ് ആണിൻ്റെ കയ്യിലാണ് ഒരു ഈഡിപ്പസിനെ കൊടുത്തിരുന്നത്. നമുക്ക് ആ സ്റ്റോറി പറയുമ്പം ബാക്കിയുള്ളത് ശ്രദ്ധിക്കാം. ദെൻ വി ക്യാൻ ഗോ ടു ദ സമ്മറി ഓഫ് ദ story. So let's start the summary of Oedipus. Shortly after Oedipus' birth, his father, King Laos of Thebes, learned from an oracle that Helios was doomed to perish by the hand of his old son, and so ordered his wife Jocasta to kill the infant. ഇവിടെ രാജാവായ കിങ് ലെയോസ് ആൻഡ് ജൊക്കാസ്റ്റ, ക്വീൻ ഓഫ് തീബ്സ്, they had a son called Oedipus, and shortly after his birth he went to an oracle. ഈ രാജാവ് ഒരു ഒറാക്കലിൻ്റെ അടുത്ത് പോവുക. പൊതുവെ ഈ കൊട്ടാരത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാരണം. അപ്പോൾ ഈ ലിയോസ് തന്നെ രാജാവായത് തന്നെ അവിടെ കൊട്ടാരത്തിൽ എന്തൊക്കെയോ ഈവിൾ ചെയ്തിട്ടാണ്. ഇതിന് മുമ്പുള്ള ഒരു വേർഷൻ നമുക്ക് അറിയാൻ പറ്റും, പല വേർഷൻസാണ്. യു ക്യാൻ ഗെറ്റ് ദ സ്റ്റോറി. അപ്പോൾ അയാൾ അങ്ങനെ ഒരു സ്ക്യൂട്ടറായിട്ടാണ് വന്നത്, പിന്നെ ചതിക്കപ്പെടുകയാണ്, ബിട്രേ ചെയ്യണം, അങ്ങനെയാണ് വഞ്ചിച്ചാണ്ടാണ് അവിടുത്തെ രാജായി മാറുന്നത്. അപ്പോൾ ആ ഒരു കാരണം തന്നെ കൊട്ടാരത്തിൽ ഭയങ്കര ഒരു കേസുള്ള സംഭവം. അപ്പോൾ അവിടെ മൊത്തത്തിലായിട്ടൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒറാക്കിളിൻ്റെ അടുത്ത് പോകും. അപ്പം ഈ ഒറാക്കിളിനോട് പറയുമ്പോൾ ഒറാക്കിൾ പറയും, നിങ്ങൾക്കൊരു ഒറാക്കിൾ പറഞ്ഞാൽ ഈ ഭാവി പറയുന്ന ആൾ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്, ആ മകൻ ആ മകൻ്റെ കൈകൊണ്ടാവും നിങ്ങളുടെ മരണം. അതുപോലെ വേറൊരു സംഭവം പറയണ, നിങ്ങളെ ഭാര്യയെ ഈ മകൻ കല്യാണം കഴിക്കും, നിങ്ങളെ മകൻ കൊല്ലും എന്നൊക്കെ. അച്ഛനെ മകൻ കൊല്ലും ചെയ്യും, അമ്മയെ വിവാഹം കഴിക്കും ചെയ്യും എന്നുള്ള സംഭവം അവിടുന്ന് കിട്ടും. അങ്ങനെ തന്നെ ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഇയാൾ ഓർഡർ ചെയ്യണം പെട്ടെന്ന് തന്നെ കുട്ടീനെ കൊല്ലണം എന്നുള്ള. അപ്പം വൈഫിന് ഭയങ്കര സങ്കടമാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുക, രാജാവിനെ നിലനിർത്തണമെങ്കിൽ കൊല്ലില്ലാതെ വേറൊരു നിർത്തിയില്ല. അപ്പം അയാൾ ഈ ക്വീൻ എന്ത് ചെയ്യും, കൊട്ടാരത്തിലൊരു മെസ്സഞ്ചറിന് കൊടുക്കും. ആ മെസ്സഞ്ചർ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിലുള്ള ഒരാളെടുത്ത് കൊടുത്തതിന് ശേഷം ആ ഒരാൾ പോയിട്ട് ഒരു മലൻ്റെ മേലെന്ന്, ഒരു മൗണ്ടൻ്റെ മേലെന്ന് താഴേക്കിടുമ്പോൾ കെട്ടിയിട്ട് കാല് രണ്ടും കെട്ടിയിട്ടിട്ടാണ് ഇടുന്നത്. അത് താഴെ എന്നിട്ട് ഒരു ഷെപ്പേർഡിനാണ് ഈ കയ്യിൽ നിന്ന് കിട്ടുക. ഓക്കെ, ഒരു ഷെപ്പേർഡിനിട്ട് കയ്യിൽ ഈ കുട്ടീനെ, ഈ രണ്ട് കാലും കെട്ടിയിട്ട ഒരു കുട്ടീനെ കിട്ടും. ആ കാലും അങ്ങനെ വീർത്തിട്ടുണ്ടാവും, സ്വോളനായിട്ടുണ്ടാവും, അങ്ങനെ മുറിവായിട്ട് പിന്നെ സ്വോളൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഡിപ്പസ് എന്ന പേര് അയാളാണ് ഇടുന്നത് ആ കുട്ടീനെ കിട്ടിയതിന് ശേഷം. അങ്ങനെ ഇട്ടതിന് ശേഷം അയാൾ എന്ത് ചെയ്യും, അവിടെ ഒരു രാജാവുണ്ടാവും, ക്രോനത്തിലത്തെ ഒരു രാജാവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ രാജാവിൻ്റെ അടുത്ത് ഏൽപ്പിക്കണം. However, neither she nor her servant could bring themselves to kill him, and he was abandoned to elements. There he was found and brought up by shepherd before being taken in and raised in the court of the childless king Polybus of Corinth, as if he were his own son. ഈ ഷെപ്പേർഡിനെ കയ്യിൽ കിട്ടിയിട്ട് ഈ ഷെപ്പേർഡ് എന്താ ചെയ്യുന്നത്, ഷെപ്പേർഡ് ഈ രാജാവിനെ ഏൽപ്പിക്കുക. അവിടെ ഒരു രാജാവുണ്ട്, മക്കളില്ലാത്ത ഒരു രാജാവുണ്ടായിരുന്നു, കിങ് പോളിബസും എന്നൊരു പിന്നെ ക്വീൻ മെറോപ്പ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിൽ കണ്ടില്ലേ.
അപ്പോൾ ഇവർ ചൈൽഡ്ലെസ്, അപ്പോൾ അവരെ ഏൽപ്പിക്കും, ഈ കുട്ടീനെ അവർ വളർത്തും. അതിന് ഈഡിപ്പസ് എന്ന് അവർ ഓൾറെഡി പേരിട്ടതാണ്, ആ ഷെപ്പേർഡ് പേരിട്ടിട്ടുണ്ടായിരുന്നു. Stung by rumors that he was not the biological son of the king, Oedipus consulted an oracle which foretold that he would marry his own mother and kill his own father. Desperate to avoid this foretold fate and believing Polybus and Merope to be his true parents, Oedipus left Corinth. On the road to Thebes, he met Laius, his real father, and unaware of each other's true identities, they quarreled and Oedipus' pride led him to murder Laius. ഇവിടെ കാണാൻ പറ്റും, ഈഡിപ്പസ് ഇങ്ങനെ വളർന്നു വന്നതിനനുസരിച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ പറയും ഈ മകനെ കിട്ടിയതാണ്. അവർക്കൊക്കെ അറിയും, ആരൊക്കെ പറയും ഇത് ഒരിക്കലും ഈ മകനല്ല, ഈഡിപ്പസ് നിങ്ങളെ മകനല്ല, അല്ല ഈഡിപ്പസിനോട് തന്നെ പറയും അത് നിൻ്റെ അച്ഛനല്ല, അതെൻ്റെ അമ്മയല്ല, ഇത് നീ ഒരു വളർത്തുമകനാണ്, ബയോളജിക്കൽ സൺ ഓഫ് ദ കിങ് അല്ല, ഓക്കെ വളർത്തുമകനാണ് എന്നുള്ളത് അവർ പറയുമ്പോൾ ഈഡിപ്പസിന് സംശയം തോന്നിയിട്ട് ഈഡിപ്പസ് ഒരു ഒറാക്കിളിൻ്റെ അടുത്ത് പോകും. അങ്ങനെ ആ ഒറാക്കിളിൻ്റെ അടുത്ത് പോകുമ്പം അയാളും പറയും, ഈ ഒറാക്കിൾ പറയും ഈഡിപ്പസിനോട് പറയും യു വിൽ മാരി യുവർ മദർ, നിൻ്റെ മദറിനെ നീ കല്യാണം കഴിക്കും, ഫാദറിനെ നീ കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഈ ഒറാക്കിൾ ഇങ്ങനെ ഭാവി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈഡിപ്പസിന് ഭയങ്കര സങ്കടമായി. ഞാൻ എൻ്റെ ഇത്രയും എന്നെ നല്ല പോലെ വളർത്തിയ എൻ്റെ അച്ഛനെ അമ്മയോ ഞാൻ അച്ഛനെ കൊല്ലും അമ്മയെ വിവാഹം കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ലാതെടുക്കാൻ വേണ്ടിയിട്ട് ഈഡിപ്പസ് അവിടെ നിന്ന് സ്ഥലം വിടുന്ന, അങ്ങനെ തീപ്സൊക്കെ എത്തും. ഓക്കെ, ആ ഒരു സമയത്ത് ഈ തീപ്സ് എന്ന അവിടെ എത്തുന്ന സമയത്ത് അവിടെ റോഡുണ്ട്, വൺ സൈഡ് റോഡ് മീൻസ് ഒരു പാലം പോലെ, അവിടെ ഒരാൾക്ക് ഒരു പാസർക്ക് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കാൻ പറ്റില്ല. അപ്പം അവിടെ കുറച്ച് ആൾക്കാർ, ഒരു ബാൻഡ് ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ആദ്യം ഒരാളായിരുന്നു കിങ് ലിയോസ്, ഒക്കെ ഈ രാജാവ് ഉണ്ടായിരുന്നു. ഒരു ബാൻഡ് ഓഫ് പീപ്പിൾ വെൽക്കം, അവരിങ്ങോട്ട് കിടക്കാൻ വേണ്ടി അവർ പറയും ഞങ്ങളാണ് ആദ്യം വന്നത്, അല്ല അപ്പം ഈഡിപ്പസിൻ്റെ പറയല്ല ഞാനാണ് ആദ്യം വന്നത്. അപ്പോൾ ഈഡിപ്പസിന് ദേഷ്യം പിടിച്ചിട്ട് ഈഡിപ്പസാണ് കൊല്ലുന്നതാണ്. പക്ഷേ ഈഡിപ്പസ് ഇതൊക്കെ കൊല്ലുമ്പോഴും ഈഡിപ്പസിന് ഇതൊന്നും അറിയില്ല, ഇത് എൻ്റെ അച്ഛനാണെന്നുള്ള ഒരിക്കലും അറിയുന്നില്ല. He is not knowing, he is unaware of the truth. They quarreled and Oedipus' pride led him to murder. ഈഡിപ്പസ് ഞാനാണ് ആദ്യം വന്നതെന്ന് കണ്ട് ഇവിടെയുള്ള ആളെ കൊല്ലുന്നതാണ്, ലെയോസിനെ കൊല്ലും. സോ ഫുൾഫില്ലിംഗ് പാർട്ട് ഓഫ് ഒറാക്കിൾസ് പ്രൊഫസി. ഓക്കെ, later he solved the riddle of the Sphinx, and his reward for freeing the kingdom of Thebes from the Sphinx curse was the hand of Queen Jocasta and the crown of the city of Thebes. The prophecy was thus fulfilled, although none of the main characters were aware of this point. This Jocasta was actually his biological mother. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലേറ്റർ ഹി സോൾവ് ദ റിഡൽ ഓഫ് സ്ഫിങ്സ്. അവിടെ ഈഡിപ്പസ് ഒരു കൊട്ടാരത്തിൽ എത്തിപ്പെടുകയാണ്. ആ കൊട്ടാരത്തിൽ എത്തിപ്പെടുമ്പം ഇപ്പോൾ രാജാവില്ലാത്ത കാരണം അവിടുത്തെ മൊത്തം കൺട്രോൾ സ്ഫിങ്സിൻ്റെ കൺട്രോളിലായിരുന്നു, അതിൻ്റെ കേസിലായിരുന്നു. അവിടെ എത്തുന്ന ആൾക്കാരൊക്കെ ചോദ്യം ചെയ്യും, അതിൽ ചോദ്യത്തിൽ ഉത്തരം കൊടുക്കാത്ത ആൾക്കാരൊക്കെ കൊല്ലും ചെയ്യും. അവിടെ ഈഡിപ്പസ് എത്തിപ്പെടുന്ന ഈഡിപ്പസിനോട് ഈ സ്ഫിങ്സ് അതേപോലെ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്നാൽ മാത്രമേ കൊട്ടാരത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ചോദ്യം എന്താ വെച്ചാലും, ഇൻ മോർണിംഗ് വിത്ത് 4 legs, ആഫ്റ്റർനൂൺ വിത്ത് 2 legs ആൻഡ് ഈവനിങ് വിത്ത് 3 legs. ഓക്കെ, രാവിലെ 4 കാല്, ഉച്ചക്ക് 2 കാല്, വൈകുന്നേരം 3 കാല്. ഈഡിപ്പസ് ആൻസേഴ്സ് മാൻ എന്ന് പറഞ്ഞാൽ രാവിലെ 4 കാല് മീൻസ് ഇൻഫൻറ്റ് ടൈം ഹിയസ് ക്രോളിങ്, ആ ഒരു മുട്ടുത്തുന്ന സമയം 4 കാല് വെച്ചിട്ട്, മുട്ട് 2 കൈയും 2 കാലും. ദെൻ വാക്കിംഗ് ടൈം 2 legs. ദെൻ വെൻ ഹി ഈസ് in old age, at old age level 3 legs means 2 legs plus 1 stick. Now the answer is answered, then the Sphinx disappears and he enters the kingdom. Now he marries Jocasta. With unknowingly he marries Jocasta, which is his actual mother. അതാണ് അവൻ്റെ ഒറിജിനൽ മദർ. അപ്പം അതൊരു ക്രൗൺ ഓഫ്, ഇപ്പോൾ അയാൾ രാജാവായി മദറിനെ മാരി ചെയ്തു, നേരത്തെ ലെയോസിനെ കൊന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഫസി എല്ലാം ഫുൾഫിൽ ചെയ്തു. അയാൾ അറിയാതെ തന്നെ ഈഡിപ്പസ് അൺനോയിങ്ലി
he is to his destiny. ഓക്കെ, അപ്പം അറിയാതെ തന്നെ അവൻ്റെ ഫെയ്ത്ത് ഈഡിപ്പസ് തന്നെ തിരഞ്ഞെടുക്കണം. ഒരു ട്രാജിക്കായിട്ടുള്ള സംഭവം, ഒരു മകൻ അച്ഛനെ കൊല്ലുക, അമ്മയെ വിവാഹം കഴിക്കുക. വാട്ട് ഇസ് ദിസ്? സോ ഇറ്റ്സ് എ ട്രാജിക് ആസ് ദ പ്ലേ ഓപ്പൺസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ഡ്രാമയെ കാരണം ദിസ് ദ സെറ്റിംഗ് സ്റ്റാർട്ടിങ് ഫ്രം ആസ് ദ പ്ലേ ഓപ്പൺസ് ദ പ്രീസ്റ്റ് ആൻഡ് കോറസ് ഓഫ് Theban elders are calling on King Oedipus to aid them with the plague which has been sent by Apollo to ravage the city. ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഈ പ്രീസ്റ്റ് വന്നിട്ട് പറയാണ്. ഓക്കെ, ഈ ഡ്രാമ തുടങ്ങുമ്പോൾ priest is coming and informing Oedipus became the king and informing him about the plague. മൊത്തത്തിലാകെ പ്ലാഗ് ആയിട്ടുണ്ട്. ഡിസീസ് is spreading and everyone are dying. What to do? It is the curse maybe of Apollo god. അപ്പോളോ ഗോഡിൻ്റെ ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ കേഴ്സായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്താൽ മാത്രമേ ഇതിനുള്ള ഒരു വാട്ട് ടു ഡു ഇതിടണു. അപ്പോൾ ഈ കലാമിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇൻ ഏഷ്യൻ ടൈംസ് യു ക്യാൻ സീ എക്കിലസിന് അതിലൊക്കെ കലാമിറ്റി വരാൻ എന്തെങ്കിലും ചെയ്തു വെച്ച പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ശാപം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, കലാമിറ്റീസ് ഉണ്ടാകുന്നത്. ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഈഡിപ്പസ് എന്ത് ചെയ്യും? ക്രിയോണെ സെൻഡ് ചെയ്യും. ക്രിയോൺ അവൻ്റെ ബ്രദർ ഇൻ ലോണ് സെൻഡ് ചെയ്യും ടു ആൻ ഒറാക്കിൾ. ഒറാക്കിൾ പറഞ്ഞാൽ ഫ്യൂച്ചർ ടെല്ലറിൻ്റെ അടുത്തേക്ക് പോകാൻ പറയും. അങ്ങനെ ക്രിയോണ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ക്രിയോൺ വിൽ ടെൽ ദാറ്റ് ആരെങ്കിലും ഈ കിങ് ലിയസിൻ്റെ മർഡറിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവിടെ ഈ കേസ് മാറുള്ളൂ, അല്ലെങ്കിൽ ഈ പ്ലാഗ് വിൽ ബി ഗോൺ ഓർ ഡിസപ്പിയർ. സോ ഈഡിപ്പസ് ഹി ഹിംസെൽഫ് ഈസ് കേഴ്സിങ് ഹിംസെൽഫ്. ഈഡിപ്പസ് തന്നെ കുറ്റപ്പെടുത്താണ്. ഈഡിപ്പസ് മർഡറിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയാണ്, ശപിക്കുകയാണ്. അപ്പം ഹി ഈസ് കേഴ്സിങ് ഹിംസെൽഫ്. ഓക്കെ, now Oedipus also summons the blind prophet Tysius, who claims to know the answers to Oedipus' question but refuses to speak, lamenting his ability to see the truth when the truth brings nothing but pain. Okay, now here Oedipus now sees the blind prophet Tysius. ഒരു ടൈസിയാസിൻ്റെ പ്രത്യേകത അതൊരു പ്രോഫറ്റാണ്, അയാൾ ബ്ലൈൻഡാണ്. അയാൾ പ്രത്യേക ക്വാളിറ്റി മീൻസ് ഹി ഈസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, എ മാൻ ബോൺ വിത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. ഓക്കെ, ടോപ്പെന്ന് ഒരു അയാൾ ഒരു ഫീമെയിലും പിന്നെ ഒരു മെയിലായിട്ടുള്ളൊരു ശരീരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇയാളെ പ്രത്യേകത എന്താ വെച്ചാൽ ഹീ ക്യാൻ predict about future, foresee the future. In reality he is blind, but metaphorically റിയാലിറ്റി അല്ലാതെ അയാൾക്ക് പുറം ലോകം അല്ലെങ്കിൽ കാണാത്ത കാഴ്ചകളോ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അയാൾ ബ്ലൈൻഡഡ് ആണ്, ബട്ട് ഹി ക്യാൻ സീ ദ ഫ്യൂച്ചർ തിങ്സ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈഡിപ്പസിനെ കുറിച്ചുള്ള സംഭവം അയാൾക്ക് മനസ്സിലായിട്ട് അയാൾ ആ സത്യം മറിച്ച് വെക്കും. കാരണം ദാറ്റ് വിൽ ബ്രിങ് പെയിൻ. ഹി അഡ്വൈസസ് ഈഡിപ്പസ് ടു അബാൻഡൻ സെർച്ച്. ഇനി സെർച്ച് ചെയ്യാൻ പോകണ്ട എന്ന് പറയും. ഓക്കെ, ആൻഡ് when he says that when the enraged Oedipus accuses Tysius of the complicity in the murder, Tysius provokes him into telling the king the truth that he himself is the murderer. അപ്പോൾ അങ്ങനെ ടൈസിയാസ് കുറേ നേരം ഈഡിപ്പസ് അയാളോട് നിർബന്ധമായിട്ട് അയാളെ കുറ്റപ്പെടുത്തും. എന്താ പറയാത്തത്, എന്താണ്, വൈ യു ആർ നോട്ട് ടെല്ലിങ്. അങ്ങനെ ലാസ്റ്റ് ടൈസിയാസ് വിൽ ടെൽ ദാറ്റ്. ഓക്കെ, Tysius will say that the king, that he himself is the murderer. Oedipus dismisses this as nonsense, accusing the prophet being corrupted by the ambitious Creon in an attempt to undermine him. And Tysius lives, putting forth one last riddle. അങ്ങനെ ഫസ്റ്റ് അവൻ പറയും he himself, അവനാ സ്വന്തം തന്നെയാണ് ദ മർഡറർ എന്ന് പറയും. പക്ഷേ ഈഡിപ്പസ് എന്ത് അനാവശ്യമാണ് ഇയാൾ പറയുന്നത്. അവന് സ്വന്തം തന്നെയാണ് മർഡറർ പറഞ്ഞാൽ ഇതെന്ത് അനാവശ്യമാണ് പറയുന്നത്. ഇങ്ങനൊരു സംഭവം ചിലപ്പം ഈ ടൈസിയാസിനാണെങ്കിൽ എന്തെങ്കിലും
ക്രിയോൺ എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടാകും. അയാൾ ചിലപ്പോൾ കൊട്ടാരം അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടാവും എന്നുള്ളത് Oedipus is saying. Then at last is saying ടൈസിയാസ് പിന്നെ ഒരു റിഡിൽ കൊടുക്കും. ഓക്കെ, ഇൻ ഓർഡർ ടു ഫൈൻഡ്, നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു റിഡിൽ കൊടുക്കും. The murder of Laios will turn out to be both father and brother to his own children and the son of his own wife. മനസ്സിലായില്ലേ? ബോൺ ടു ബി ഫാദർ ആൻഡ് ബ്രദർ ടു ഹിസ് ഓൺ ചിൽഡ്രൻ. അവൻ്റെ മക്കൾക്ക് അയാൾ മകൻ ബ്രദറും ആവും ഫാദറും ആവും. Can say because he's marrying his mother and the son of his own wife. son of his own. മകൻ അമ്മയ്ക്ക് മകനായി മാറും. ആ ഒരു റിഡിലെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ടു Oedipus to find out. Oedipus demands that Creon be executed, convinced that he is conspiring against him, and only the intervention of the chorus persuaded him to let Creon leave. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ Oedipusന് ക്രിയോണൊരു സംശയം തുടങ്ങും. ഇയാൾ എന്തോ സംഭവം കളിക്കുന്നുണ്ട്, ഇയാൾക്കാണ് എന്താ യഥാർത്ഥങ്ങൾ അറിയാൻ ഇയാളായിരിക്കും ചിലപ്പം ഇതിന് പിന്നാലെ നടക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആൾ, അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ട്. പക്ഷേ കോറസ് സമ്മതിക്കൂല. കോറസാണ്, ഞാൻ പറഞ്ഞില്ല, നറേറ്റിനെ പോലെ ഒരു കമൻറ്റ് ചെയ്യുന്നതും അഭിപ്രായം പറയുന്നതൊക്കെ കോറസ് പറയും അവനെ വിടരുത് എന്ന് പറയും. ഓക്കെ, ലെറ്റ് ഹിം ലീവ് പറയും. Now Oedipus' wife Jocasta tells him he should take no notice of prophets and oracles anyway, because many years ago she and Laios received an oracle which never came true. This prophecy said that Laios would be killed by his own son, but as everyone knows, Laios was actually killed by Bundus at a crossroads on the way to Delphi. മനസ്സിലാക്കാം. ഇവിടുത്തെ വിറ്റെന്ന് വെച്ചാൽ ഇപ്പോൾ ജൊക്കാസ്റ്റ് പറയും ഈഡിപ്പസിനോട് പറയും, നിങ്ങൾ ഒറാക്കിളൊന്നും വിശ്വസിക്കണ്ട, ഒരു പ്രോഫിറ്റ് പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട, കാരണം എനിക്കും ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു. കുറേ കൊല്ലം മുമ്പ് ഞാനും രാജാവും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒറാക്കിളിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ആ ഒറാക്കിൾ പറഞ്ഞത് എന്താ, നിങ്ങൾ അച്ഛനെ അല്ലെങ്കിൽ ലയോസിന് മകനെന്നെ കൊല്ലും, രാജാവിന് സ്വന്തം മകനെന്നെ കൊല്ലും, എന്നെ മകൻ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ വെറുതെയാണ്. പക്ഷേ രാജാവിനെ കൊന്നത് മകനല്ലല്ലോ. ഒരു ക്രോസ് റോഡിനെ പോകുമ്പം അയാൾ വഴിയിലൂടെ നടന്ന് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബണ്ടിറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. ഈ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടക്കുന്ന റോബേഴ്സിൻ്റെ പോലെ നടക്കുന്ന അന്യതിൻ്റെ ആൾക്കാർ കുറച്ച് ഗ്രൂപ്പായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് ഈ വഴിയിലൂടെ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഇങ്ങനെ ടീവിൽ വെച്ച് നടക്കുന്ന ആൾക്കാർ, കുറച്ച് റോബേഴ്സ് ആവാം, ഇങ്ങനെ കളകെടുത്ത് നടക്കുന്ന ആൾക്കാരാവാം, അങ്ങനത്തെ കുറച്ച് കൂട്ടുകാർ അവരാണ് കൊന്നത് എന്ന് പറഞ്ഞു. The mention of crossroads causes Oedipus to give pause, and he suddenly becomes worried that Theseus' accusation actually have been true. അവിടെ ഈ ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡിനെ കുറിച്ച് പറയുമ്പോൾ ഈഡിപ്പസിനൊരു ചെറിയ സംശയം. അതേ സ്ഥലം ഏതാ ലേയസിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു ഊഹം കിട്ടുമ്പോൾ അതേ ഒരു മുഖച്ചായുള്ള ആളെ കൊന്ന മാതിരി ഈഡിപ്പസിനൊരു ഓർമ്മ വരും. പിന്നെ റോസ് റോഡുമ്പോൾ വായി കിടക്കുന്ന സമയത്ത് അയാളൊന്ന് കൊന്നിട്ടുണ്ടാവല്ലോ, ഒരാളെ കൊന്നല്ലോ. അപ്പം ഏകദേശം ഈ ടൈസിയാസ് പറഞ്ഞ സത്യമാവോ ഉള്ള അയാൾക്കൊരു സംശയം തോന്നും. A messenger from Chronix arrives with the news of the death of King Polybus. Oedipus shocks everyone with his apparent happiness at the news, as he sees this as proof that he can never kill his father, although he still fears that he may somehow commit incest with his mother. അപ്പോൾ ഇവിടെ ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ മെസ്സഞ്ചർ വന്നിട്ട് പറയാം, ക്രോണിത്ത് എന്നാണ് അവൻ ആദ്യം താമസിച്ച സ്ഥലല്ലേ, പോളിബസും മെരോപ്പും ക്വീൻ, അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറയും എഡിപ്പസിന് സന്തോഷ വാർത്ത, നീ പേടിക്കേണ്ട ആവശ്യമില്ല, മകനെ കൊന്നിട്ടില്ല, നീ അച്ഛനെ മകൻ കൊന്നിട്ടില്ല, പോളിബസിൻ്റെ അച്ഛനല്ലായിരുന്നു, അപ്പം അച്ഛനെ കൊന്നിട്ടില്ല, അച്ഛൻ മരിച്ചു എന്ന വാർത്ത കൊടുക്കും. അപ്പോൾ എഡിപ്പസിന് സന്തോഷമായി. പക്ഷേ അയാൾ വെറിയിടായിരുന്നു, അച്ഛനെ കൊന്നാൽ അമ്മനെ നീ കല്യാണം കഴിക്കും എന്നുള്ള ഒരു, ഇനിയിപ്പോൾ അതിനേറ്റ് അങ്ങനെ ഒന്നും സംഭവിക്കാതെ നാം മരുന്നിരുന്നു എന്നുള്ള അവൻ്റെ ഒരു പ്രാർത്ഥന.
The messenger, eager to ease Oedipus' mind, tells him not to worry because Queen Merope of Corinth was not in fact his real mother. അപ്പം ഈഡിപ്പസിനോട് ഈ മെസ്സഞ്ചർ പറയും, നിനക്ക് സമാധാനിക്കാം, ഫാദർ എന്തായാലും മരിച്ചുപോയി, ഈ ക്വീൻ മെരോപ്പ് ആണെങ്കിൽ നിൻ്റെ റിയൽ മദർ അല്ല, അതുകൊണ്ട് ഡോണ്ട് വറി. ഓക്കെ. The messenger turns out to be the very shepherd who had looked after an abandoned child which he later looked to Corinth and gave up to the king Polybus for adoption. അപ്പോൾ ഈ ഒരു മെസ്സഞ്ചർ പഴയ ഒരു ഷെപ്പാർഡായിരുന്നു, പണ്ട് ജൊക്കാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ഷെപ്പാർഡായിരുന്നു ഇയാൾ, ഈ മെസ്സഞ്ചർ. ആ മെസ്സഞ്ചർ ഷെപ്പേർഡ്. ഹി ഈസ് ഓൾസോ ദ വെരി സെയിം ഷെപ്പേർഡ് ഹു വിറ്റ്നസ് ദ മർഡർ ഓഫ് ലേയേഴ്സ്. ഈ സെയിം ഷെപ്പേർഡ് തന്നെ അന്ന് ആ ലേയേഴ്സിനെ കൊന്ന സമയത്ത് അന്ന് സാക്ഷി വിറ്റ്നസ്സായിട്ട് ആ ബണ്ടിറ്റ്സിൻ്റെ ഗ്രൂപ്പിൽ ഇയാളും ഉണ്ടായിരുന്നു. By now Jocasta is beginning to realize the truth and desperately begs Oedipus to stop asking questions, but Oedipus presses the shepherd. അപ്പം ജൊക്കാസ്റ്റയ്ക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ജൊക്കാസ്റ്റ ഇനി ഈഡിപ്പസിനോട് ഫെർദറായിട്ട് ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്ന് പറയും. ബട്ട് ഈഡിപ്പസ് wanted to know the truth, so he is going on forcing him to tell the truth, threatening him with the torture or execution. അവനെ ത്രട്ടൻ ചെയ്തിട്ട് അവൻ്റെ വായിൽ നിന്ന് എന്തൊക്കെ ട്രൂത്ത് സത്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. Until it finally emerges that the child he gave away was Leah's own son, and that Jocasta had given the baby to the shepherd to secretly be exposed upon the mountainside in fear of the prophecy that Jocasta said had never come true, that the child would kill his father. But until it emerges that the child he gave was Leah's own son. അപ്പം ഒരു മെസ്സഞ്ചർ പറയും, അവൻ്റെ കൈ കിട്ടിയത് ലേയസിൻ്റെ സ്വന്തം മകനായിരുന്നു. ജൊക്കാസ്റ്റ എൻ്റെ കയ്യിൽ തന്നത് മൗണ്ടൈൻ സൈഡിൽ നിന്ന് വലിച്ചെറിയാൻ മീൻസ് ഒഴിവാക്കാൻ, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫാദറിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മൗണ്ടൈൻ സൈഡിൽ നിന്ന് ഇടാൻ പറഞ്ഞതാണ് എൻ്റെ കൈക്ക്. അങ്ങനെ തന്ന് ഏൽപ്പിച്ച കുഞ്ഞാണ്. വിത്ത് ഓൾ നൗ ഫൈനലി റിവീൽ, Oedipus curses himself and his tragic destiny and stumbles off as the chorus laments how even a great man can be felled by faith. ഇവിടെ കോറസ് ലാസ്റ്റ് ആയപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ ഓൾസോ വി ക്യാൻ സി കോറസ് പ്ലേയിങ് റോൾ. ആ പ്രീസ്റ്റിൻ്റെ ഒപ്പം കോറസും പറയുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്, അതിൻ്റെ കമൻസ് കൊടുക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ഇൻ്റർഫിയറിങ്. So chorus plays an important role in old dramas. Okay, പ്രത്യേകിച്ച് ഒരു ഏൻഷ്യൻ ഡ്രാമാസിലൊക്കെ കോറസിന് നല്ല ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അപ്പോൾ ഈ കോറസ് ലാമൻസ് അവർ കഴിയാൻ തുടങ്ങുക. അവർ കോറസ് പറയാണ്, how even great man can be felled by faith. A servant enters and explains that Jocasta when she had begun to suspect. അപ്പോൾ സെർവൻറ്റ് വന്നിട്ട് ജൊക്കാസ്റ്റിനോട് സത്യം പറയും. ആൻഡ് ജൊക്കാസ്റ്റ പറഞ്ഞത് സംഭവങ്ങളൊക്കെ ഏകദേശം ഒത്തു. ഈ സെർവൻറ്റ് പറഞ്ഞ സത്യമാണ്, ആ സംഭവം തന്നെ ജൊക്കാസ്റ്റയും വിചാരിച്ചിരുന്നു. ആൻഡ് റാൻ ടു ദ പാലസ് ബെഡ്റൂം ആൻഡ് ഹാങ് ഹെർസെൽഫ് there. അങ്ങനെ അവിടെ തൂങ്ങി മരിക്കുന്നു, ഹാങ് ചെയ്യുന്നു. ഈഡിപ്പസ് എൻറ്റേഴ്സ് ഡെറിലെസ്ലി calling for a sword so that he might kill himself and raging through the house until he comes upon Jocasta's body. അപ്പോൾ ഇപ്പോൾ ഈഡിപ്പസിന് നന്നായി ദേഷ്യം പിടിച്ചിട്ടുണ്ട്, സോഡയിട്ട് നടക്കണം, അമ്മനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെ ഒരു മകനെ ഉപേക്ഷിച്ച നിലയിലോ അല്ലെ മകനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്. സോ ഈഡിപ്പസ് വാസ് ഗെറ്റിംഗ് ആംഗ്രി and he went up and down to find Jocasta, and then when he came inside the room he saw Jocasta's body hanging. In the final despair, Oedipus takes 2 long gold pins from her dress and plunges them into his own eyes. അപ്പോൾ ഈ ഈഡിപ്പസ് എന്ത് ചെയ്യും, അമ്മേൻ്റെ ഗൗണിൽ നിന്ന് 2 പിന്നുകൾ എടുത്തിട്ട് അവൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കും. ഒരു വേർഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ അമ്മയെ ആ സ്പോഡ് കൊണ്ട് അവൻ കുത്തിക്കൊല്ലും. ആദ്യം 2 കണ്ണുകൾ പൊട്ടിച്ചതിന് ശേഷം അമ്മയെ കുത്തിക്കൊല്ലും, എന്നെ ഒരിക്കലും ഇങ്ങനത്തെ പാപം ചെയ്യാതിരിക്കാനും. അതുപോലെ അവൻ്റെ മരണശേഷം അവൻ്റെ പാരൻസിൻ്റെ അടുത്തായിരിക്കും ഇനിയുള്ള തിരിച്ചു പോക്ക്. അപ്പം ഒരിക്കലും ഇനി അവനക്ക് ആ കാഴ്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനി കാണാതെ അവരെ പാരൻസിനെ, ഇങ്ങനത്തെ ഒരു പാരൻസിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന് 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. Now blind Oedipus begs to be exiled as soon as possible and asks Creon to look after his daughters. Antigone and his men
lamenting that they should have been born into such a cursed family. Creon counsels that Oedipus should be kept in the palace until oracles can be consulted regarding what is best to be done, and the play ends and the chorus begs, "Cow no man happy till he dies free of pain at last." അപ്പം ഇവിടെ ലാസ്റ്റ് സെക്ഷനാണ്. ഇവിടെ ഇഡിപ്പസ് ബെക്സ് ടു ബി എക്സാൽഡ്. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, എന്നെ ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ മക്കളെ നീ നന്നായി നോക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ശാപത്തിൽ അവരെ പെടുത്തരുത് എന്നുള്ള ഒരു ക്രിയോണിനോട് നോക്കാൻ പറയണം, അവരെ ഏൽപ്പിക്കണം. അപ്പോൾ ഈഡിപ്പസിനോട് ക്രിയോൺ പറയും, നെക്സ്റ്റ് ക്രിയോൺ വിൽ ബിക്കം ദ കിങ്, ഓക്കെ, of Thebes, and Oedipus will give him the crown, and Oedipus will tell him he want to live, but Creon will tell. So the play ends as a chorus ways, "Count no man happy till he dies free of pain at last." ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മാനും ഹാപ്പി ആവില്ല till he dies. When he dies only he will be free of pain at last. The main themes of the play are, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഈഡിപ്പസിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അയാൾക്കൊരു ഹാപ്പിനെസ് ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പി ഉണ്ടായിട്ടില്ല. ബിക്കോസ് only when he will die only he will become free of pain. The main themes of the play are faith and free will. Free will, the inevitability of oracular prediction is a theme that often occurs in Greek tragedy. ഇവിടെ ഫെയ്ത്ത് ആൻഡ് ഫ്രീ ആണ് മെയിൻ തീം. ബിക്കോസ് ഈ ഒരു ഫെയ്ത്തിനെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രഡിക്ഷൻസ്, ഒറാക്കുലർ പ്രഡിക്ഷൻസിൻ്റെ ഒരിക്കലും അമ്മയെ വിവാഹം കഴിക്കരുത് അല്ലെങ്കിൽ അച്ഛനെ കൊല്ലരുത് എന്നുള്ള ഒരു ഫെയ്ത്ത് അത് ഉണ്ടാവരുത് വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ക്രൂണത്തിൽ നിന്ന്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഫ്രീ വില്ലോടെ അയാൾ നല്ല മനസ്സോടെ സ്വീകരിക്കുന്ന ആ ഒരു റൂട്ട്, വാട്ട് ഹാപ്പൻസ്, ഈസ് എഗെയിൻ ഡൂം ടു ദാറ്റ് ഡെസ്റ്റിനി. ആളെ ഇല്ലാതാവും, അവർ നശിച്ചു പോവുകയാണ്, ഇല്ലാതാവുകയാണ്. ദ കോംപ്ലക്സ്. സോ ഇവിടെ വിധിയെ ആർക്കും തടയാൻ പറ്റില്ല, ഒരു വിധിയും ആർക്കും തടയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി, ഓക്കെ. ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് മീൻസ് ഒരു വ്യക്തിയും ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ്. You can see Oedipus and Jocasta clutched at unlikely details in order to avoid facing up the easily apparent truth. സത്യത്തെ തടയാൻ വേണ്ടിയിട്ട് അവർ ഒരു ഇല്ലാതാക്കാൻ വേണ്ടി, ഇപ്പം ഈഡിപ്പസ് ആയാലും ജൊക്കാസ്റ്റ് ആയാലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, പക്ഷെ എന്താ സംഭവിച്ചത്. ആൻഡ് we can see another theme is sight and blindness. ഇവിടെ ഇതൊരു ഐറണിയാണ്. Tysius is a blind prophet, but he can foresee future. Okay. On the other hand, Tysius ഒരു ബ്ലൈൻഡ് പ്രോഫറ്റ് ആയാൽ പോലും, അയാൾ ബ്ലൈൻഡഡ് ആയാൽ പോലും അയാൾക്ക് കണ്ണില്ലാത്ത, ഫിസിക്കലി ഹി കനോട്ട് സീ, ബട്ട് ഹി ക്യാൻ സീ സ്പിരിച്വലി, ഹി ക്യാൻ സീ ഫോർസീ ദ തിങ്സ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതിപ്പോൾ പക്ഷേ Oedipus on the other hand, in contrast to it, what happens, Oedipus is physically, he is having sight, but he could not see his future, what is going to happen. അയാൾ ബ്ലൈൻഡഡ് ആണ് because he is choosing his free will blindedly. He is unknowingly killing his father, he is unknowingly marrying his mother, so he is blinded. So ഇതൊരു ഐറണിയാണ്. So sight and blindness is an irony in this tragedy, okay. So this is the main summary. ഇതിലെ കോറസിന് ഇമ്പോർട്ടൻറ്റ് ഇതിനെല്ലാം everything is there in this section. In the summary everything discussed in details. The rest after this I will give you, okay. Thank you. And if you have any doubt you can ask me.